നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ നിയമ ഭേദഗതിക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന നിയമ ഭേദഗതി ബില്ല് കേന്ദ്ര നിയമത്തെ മറികടക്കാനുള്ളതല്ലെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. തൃശൂരിലെ CPM-നെ വെട്ടിലാക്കിയ DYFI നേതാവിന്റെ ശബ്ദരേഖാ വിവാദത്തിൽ നടപടിക്കൊരുങ്ങി പാർട്ടി. ആരോപണം തള്ളി പാർട്ടി സംസ്ഥാന നേതൃത്വം. DYFI ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന് പാർട്ടിയുടെ നോട്ടീസ് നൽകും. തൃശൂർ മാന്നാമംഗലം റോഡിന്റെ അറ്റകുറ്റപ്പണി 5 ദിവസത്തിനുള്ളിൽ തീർക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. DYFI നേതാവിന്റെ ശബ്ദ സന്ദേശത്തെക്കുറിച്ച് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞതാണ് പാർട്ടിയുടെ അഭിപ്രായമെന്നും മുഹമ്മദ് റിയാസ്. നവീകരിച്ച വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ഒക്ടോബറോടെ നാടിന് സമർപ്പിക്കും. റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതി തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകാർ വിലയിരുത്തി. കയ്പമംഗലം കൊപ്രക്കളം സെന്ററിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF സമരം നടത്തി. ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊപ്രക്കളത്ത് നടത്തിയ ഗതാഗത ക്രമീകരണം അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് സമരക്കാർ. മാപ്രാണം ഹോളിക്രോസ് ദേവാലയത്തിൽ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ നടന്നു. മാപ്രാണം കുരിശു ജംഗ്ഷനിൽ നിർമ്മിച്ചിട്ടുള്ള ബഹുനില പന്തലിന്റെ സ്വിച്ച് ഓൺ അഡീഷണൽ SP TS സിനോജ് നിർവഹിച്ചു. നാളെയാണ് തിരുനാൾ. തൃക്കൂർ പഞ്ചായത്ത് വയോജനങ്ങൾക്കായി കലാമേള സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ലഹരി വിമുക്ത ബോധവൽക്കരണ പദ്ധതികളുടെ ഭാഗമായി തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഈ മാസം 18 മുതൽ 25 വരെ വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയ ഭാരവാഹികൾ. 18-ന് ചേർപ്പ് CN ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പയിൻ എക്സൈസ് കമ്മീഷണർ സുഭാഷ് ഉദ്ഘാടനം ചെയ്യും. ചേറ്റുപുഴ മഞ്ഞങ്കരയിൽ എഴുത്തച്ഛൻ പറമ്പിൽ മനോഹരന്റെ വീട്ടിൽ ലക്കി ബാമ്പു പൂത്തു. പൂച്ചെടികൾക്കൊപ്പം വെച്ച ചെടികൾക്ക് 5 അടിയിലധികം ഉയരമുണ്ട്. വടക്കാഞ്ചേരി നഗരസഭയിലെ 41-ാം ഡിവിഷനിലെ 2 അംഗനവാടികൾക്ക് അയ്യന്തോൾ ലയൺസ് ക്ലബ്ബ് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ K അജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ സോഷ്യൽ വർക്ക് PG ആൻഡ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് 2ാം വർഷ വിദ്യാർത്ഥികൾക്കായി ത്രിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര വിമല ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG ഷിൻഡോ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂൾ കലോത്സവം സമാപിച്ചു. പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ പൂക്കോട്ടുകാവ് പഞ്ചായത്തിന് ആംബുലൻസ് സമർപ്പിച്ചു. MLA അഡ്വക്കേറ്റ് പ്രേംകുമാർ ആംബുലൻസിന്റെ സമർപ്പണം നിർവഹിച്ചു. അഷ്ടമിരോഹിണി ആഘോഷത്തിനായി ഗുരുഭവനപുരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ 1000-ഓളം ശോഭയാത്രകൾ നടക്കും. അസോസിയേഷൻ ഓഫ് സലേഷ്യൻ കോ ഓപ്പറേറ്റേഴ്സിന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിൽ ടീച്ചേഴ്സ് കോൺക്ലേവ് സംഘടിപ്പിച്ചു. ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഴനി എംപറേഴ്സ് ക്ലബ്ബ് നടത്തിയ ചിത്രരചനാ മത്സരവും ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചു. പ്രശസ്ത ചിത്രകലാകാരന്മാരായ മോഹനൻ കാട്ടകാമ്പാലും സണ്ണി കുന്നംകുളവും ചേർന്ന് നടത്തിയ ചിത്ര പ്രദർശനം ശ്രദ്ധേയമായി. KSU നേതാക്കളെ കൊടും കുറ്റവാളികളെ പോലെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആഭ്യന്തര വകുപ്പിനെതിരെ ഇത്രയധികം വിമർശനമുണ്ടായിട്ടും മുഖ്യമന്ത്രി ഒട്ടകപ്പക്ഷിയെപ്പോലെ മണ്ണിൽ തലപൂഴ്ത്തി നിൽക്കുകയാണെന്ന് VD സതീശൻ. പിണറായി ഭരണത്തിൽ കേരള പോലീസിന് ഭ്രാന്ത് പിടിച്ചുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. KSU പ്രവർത്തകരെ ഭീകരവാദികളെ പോലെ മുഖംമൂടിയിട്ട് കോടതിയിൽ ഹാജരാക്കിയത് ഈ ഭ്രാന്തിന്റെ ഒടുവിലത്തെ തെളിവാണെന്നും രമേശ് ചെന്നിത്തല. തൃശൂർ ജില്ലാ മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ ഗുരുവായൂർ യൂണിറ്റ് സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ണി വാറനാട്ട് അധ്യക്ഷത വഹിച്ചു.
കയ്പമംഗലം പഞ്ചായത്തിൽ വികസന മുരടിപ്പും കെടുകാര്യസ്ഥതയും അഴിമതിയും ആരോപിച്ച് LDF കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി കാൽനട ജാഥ യാത്ര സംഘടിപ്പിച്ചു. ജാഥ CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA വാർഷിക പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് NR അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ 14 ഉൾപ്പെടുന്ന പെരിഞ്ഞനം 2ാം വാർഡിലെ ഒരുമ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ നിർവഹിച്ചു. ബ്ലോക്ക് ഡിവിഷൻ അംഗം RK ബേബി അധ്യക്ഷത വഹിച്ചു. എളവള്ളി ഗാന്ധി സ്മാരക നിധി ട്രസ്റ്റിന്റെ കീഴിലുള്ള ഭൂമി കയ്യേറുന്നതായി പരാതി. പൂശക്കുന്നിൽ രാത്രിയുടെ മറവിലും അവധി ദിവസങ്ങളിലും സ്വകാര്യ വ്യക്തികൾ കുന്നിടിച്ച് മണ്ണ് കടത്തുന്നതായി പരാതി. കുഴൂർ പഞ്ചായത്ത് വയോജന സംഗമവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കോലഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് കോലഴി മണ്ഡലം സെക്രട്ടറിയായിരുന്ന MS രവീന്ദ്രൻ രക്തസാക്ഷി ദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഹരി നമ്പലാട്ട്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോലഴി, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PA ലോനപ്പൻ, PS വേണുഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ കേരളോത്സവത്തിന് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. മലയാള ബ്രാഹ്മണ സമാജം ഗുരുവായൂർ ശാഖ വാർഷികവും ഓണാഘോഷവും നടന്നു. കേന്ദ്ര ട്രഷറർ ത്രിവിക്രമൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.